When there was a call, young students said yes. They gathered, shared, and formed the platform. A platform of action, of students, for students, by students. A platform where disadvantaged sections get some advantages, where they learn to order their lives, to love others, to build careers, and to act for the common good. That is Yes India. Thank you. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നമ്മുടെ യെസ് ഇന്ത്യ. യെസ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ ചാപ്റ്റർ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിവരുന്ന റോഡ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന വിർച്വൽ ക്യാമ്പ് ഇന്ന് സമാപനം കുറിക്കുകയാണ്. രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ CUCET-യുടെ ഓറിയന്റേഷൻ ക്യാമ്പാണ് 2 ദിവസങ്ങളിലായി നടന്നത്. 5 സെഷനുകളായിരുന്നു. ഇന്ന് 5ാമത്തെ സെഷനാണ് ഇവിടെ നടക്കുന്നത്. മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നത് മിക്കവരുടെയും സ്വപ്നമാണിന്ന്. അപ്പോ എല്ലാ മേഖലകളിലും മത്സരങ്ങൾ ഏറി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. CUCET മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ 5 സെഷനുകളിലായി നടത്തിയ വിർച്വൽ ക്യാമ്പ് അതിലേക്കുള്ള ഒരു തുടക്കമാവട്ടെ. അധികം ദീർഘിപ്പിക്കാതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ യെസ് ഇന്ത്യയുടെ രക്ഷാധികാരിയും കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ ZA അഷ്റഫ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യെസ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി അധ്യക്ഷസ്ഥാനം വഹിക്കാനെത്തിയ യെസ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി ആദിൽ ഹാദി, പദ്ധതി അവതരണത്തിനായി എത്തിയ പെരിക്കുലം മാഗസിൻ ഡയറക്ടർ സഫ, ആശംസ അർപ്പിച്ച് സംസാരിക്കാനായി എത്തിച്ചേർന്ന എക്സൽ ഇന്ത്യ ഡയറക്ടർ അസ്മ, കണ്ണൂർ ചാപ്റ്റർ മെമ്പർ അനന്യ, ഇന്നത്തെ സെഷൻ Q&A കൈകാര്യം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന ഇന്നലത്തെ സെഷൻ കൈകാര്യം ചെയ്ത സഞ്ജു ലേണസ്റ്റ മെന്ററാണ്. അവരെയും കണ്ണൂർ ചാപ്റ്റർ കോർഡിനേറ്റർ റിഫാസിനെയും ഇവിടെ സെഷനിലേക്ക് എത്തിച്ചേർന്ന എന്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം വഹിക്കാനായി ആദിൽ ഹാദിയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു അസ്ഫറ. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ യെസ് ഇന്ത്യ കണ്ണൂർ ചാപ്റ്റർ നടത്തിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി റോഡ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് 3 ദിവസത്തെ വിർച്വൽ ക്യാമ്പിന്റെ സമാപന പരിപാടിയിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏകദേശം 400-ലധികം വിദ്യാർത്ഥികൾ ഈ 3 ദിവസത്തെ വിർച്വൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമേകുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ സെഷനുകളിലും പങ്കെടുത്തു എന്നുള്ളതും വളരെയധികം സന്തോഷമേകുന്ന കാര്യമാണ്. എന്താണ് യെസ് ഇന്ത്യ എന്നതിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കഴിഞ്ഞ സെഷനുകളിൽ നിന്നെല്ലാം ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ സെഷനിലും യെസ് ഇന്ത്യയെ പറ്റിയും യെസ് ഇന്ത്യയുടെ ഒരു പ്രധാന പ്രൊജക്റ്റ് ആയിട്ടുള്ള എക്സൽ ഇന്ത്യയെ പറ്റിയും എല്ലാം കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എക്സൽ ഇന്ത്യ മലയാളി വിദ്യാർത്ഥികളെ, കേരളത്തിലെ വിദ്യാർത്ഥികളെ രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ, കേന്ദ്ര സർവകലാശാലകൾ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കുവാൻ പ്രാപ്തരാക്കുന്ന എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന യെസ് ഇന്ത്യയുടെ ഒരു പ്രധാന പ്രൊജക്റ്റാണ്. അതിന്റെ ലോഞ്ചിങ് വർഷം മുതൽ തന്നെ നിരവധി വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എക്സൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ്. കൂടുതലായിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എക്സൽ ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഒരു പിയർ ലേണിംഗ് ഗ്രൂപ്പ് മെത്തേഡിലാണ്. അതിനെപ്പറ്റിയെല്ലാം എക്സൽ ഇന്ത്യയെ പറ്റിയും യെസ് ഇന്ത്യയെ പറ്റിയും എല്ലാം കൂടുതലായിട്ട് ഇന്നത്തെ സെഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കും. കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും പാർട്ടിസിപ്പൻസിന് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെ
എല്ലാവരെയും യെസ് ഇന്ത്യ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുകയും കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഹലോ, കണ്ടിന്യൂ ചെയ്തൂടെ? റിഫാസ് അഷ്റഫ് സാർ എത്തിയോ? യെസ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി അഷ്റഫ് സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമോ? യെസ് സർ, കേൾക്കാം. ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട്. കാരണം കണ്ണൂർ ജില്ലാ ചാപ്റ്റർ വന്നതിന് ശേഷം വളരെ സജീവമായിട്ട് എക്സൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊജക്ട് ഇങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ചാപ്റ്റർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു ടൂർ, എനിക്ക് ആ ക്യാപ്ഷനും ഇഷ്ടമായി. കാരണം ഒരുപക്ഷെ ഒരു കോവിഡ് ടൈം ആയിരുന്നില്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ടൂർ ഉണ്ടായിരുന്നു. അതിന് പേരൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു വെർച്വൽ ടൂറെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ആ യൂണിവേഴ്സിറ്റികളുടെ സ്ട്രക്ചറും എക്സാമിനേഷൻ സിസ്റ്റവും അഡ്മിഷൻ പ്രൊസീജിയറും അത്തരം യൂണിവേഴ്സിറ്റികളിൽ എത്തിയാൽ കിട്ടാവുന്ന ബെനിഫിറ്റ്സും ഒക്കെ 2-3 ദിവസങ്ങളിലായിട്ട് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള, അതായത് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സന്നദ്ധത കാണിച്ച കണ്ണൂർ ചാപ്റ്ററിനെയും അതിന് പിന്തുണക്കുന്ന എക്സൽ ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടറേറ്റിനെയും അഭിനന്ദിക്കുകയാണ്. സത്യത്തില് നേരത്തെ ആമുഖത്തില് സഫയാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചത് എസ് ഇന്ത്യയെ കുറിച്ചിട്ട്. അപ്പൊ എസ് ഇന്ത്യയുടെ പദ്ധതികളുടെ ഒരു വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇതിന്റെ ലീഡർഷിപ്പ് നേരത്തെ ആദിൽ ഹാദി സൂചിപ്പിച്ചതുപോലെ ഒരു പിയർ ലേണിംഗ് സിസ്റ്റമാണ്. പുറത്തുനിന്ന് ആരും വന്നിട്ട് ആരെയും ഒന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നില്ല. ഇതിൽ പുതുതായിട്ട് വന്ന എസ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന പ്രവർത്തകര് സ്വാഭാവികമായിട്ടും ഗ്രാജ്വലി അത് അറിയും. കാരണം നിങ്ങളും കൂടെ ഭാഗമായിക്കൊണ്ട് കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരുപക്ഷെ എസ് ഇന്ത്യയുടെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ, ഒന്നാമത്തെ ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് അതിന്റെ ലോഞ്ചിങ് ഡേ നടന്ന ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു. അത് കോഴിക്കോട് നവജ്യോതിസ് റിന്യൂവൽ സെന്ററിൽ വെച്ചിട്ട് രാവിലെ 10 മണിക്ക് അതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമായിട്ട് NP ഹാഫിസ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. നിങ്ങളുടെ ഏറെക്കുറെ ആളുകൾക്കൊക്കെ അറിയാം. എസ് ഇന്ത്യയുടെ ഗുരുസഭയിലെ അംഗവുമാണ്. അപ്പൊ ഹാഫിസ് സാറ് എടുത്തിരുന്ന ഫസ്റ്റ് സെഷൻ തന്നെ ബി ടുഗദർ മൂവ് ടുഗദർ എന്നായിരുന്നു ആ സെഷന്റെ ടൈറ്റില്. അപ്പോൾ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് തന്നെ വിൻ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലാണ് നമ്മൾ തുടങ്ങിയത് തന്നെ 2005 ജനുവരി 1-ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എക്സൽ ഇന്ത്യയുടേതും ഇനി അതെല്ലാം മറ്റ് പ്രൊജക്ടുകളും ഒക്കെ തന്നെ CS ഫോക്കസും സമാനമായ രീതിയിലാണ് ചെയ്യുന്നത്. റിസർച്ച് ഇന്ത്യയും ചെയ്യുന്ന സമാനമായ രീതിയിലാണ്. അപ്പൊ എല്ലാ പദ്ധതികളും എസ് ഇന്ത്യയുടെ പ്രവർത്തകര് ഒരുമിച്ചിരുന്ന് ആസൂത്രണം നടത്തി അതിൽ തന്നെ ഒരാൾ അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ബാക്കി കുറച്ചു പേർ അതിനെ കൂടെ നിന്നുകൊണ്ട് സഹായിച്ച് അങ്ങനെ കൂട്ടായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന്റെ ഒരു മാധുര്യം തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയാണ് ആ ഒരു കൂട്ടായ്മ. അപ്പൊ ഇതിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ 2-3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ അനുഭവിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഏത് രീതിയിൽ എത്തിപ്പെടാം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് തയ്യാറെടുക്കുകയും നിങ്ങളൊക്കെ തന്നെയും അവിടെ എത്തുകയും തൊട്ടടുത്ത വർഷം തന്നെ നിങ്ങളുടെ അനുജന്മാരും അനുജത്തിമാരുമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെയും പുറത്തൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയും കൊണ്ടുവന്നുകൊണ്ട് ഇതേ യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ പിറകെ തന്നെ അവരെയും മുന്നോട്ട് കൊണ്ടുപോവുക.
അങ്ങനെ അങ്ങനെ നിങ്ങൾ ഈ വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെയും ഒരു ഗൈഡായി മാറുക. അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഉദ്യമത്തിന് ആരാണോ ആലോചനയിലൂടെ രൂപം നൽകിയത്, ആരാണോ ഇതിന് ഒക്കെ ഒരു നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചത്, എല്ലാവരെയും ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം, ഇന്നത്തെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും. സഫ. അടുത്തതായി പ്രൊജക്ട് പ്രസന്റേഷൻ ആണ്. എസ് ഇന്ത്യയുടെ വിവിധ പദ്ധതികളെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാനായി പെരിക്കുലം മാഗസിൻ ഡയറക്ടർ സഫത്തയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. വിസിബിൾ ആണോ നോക്കണേ അസ്ഫറ? ആ, കാണാമല്ലോ അല്ലെ? കാണാം. ഓക്കെ, യെസ് ഇന്ത്യയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. യെസ് ഇന്ത്യ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന പോലെ യങ് എബുലിയൻ സ്റ്റുഡൻസ് ഇന്ത്യ, ഇതൊരു വിദ്യാർത്ഥി സംഘടനയാണ്. യെസ് ഇന്ത്യയുടെ ഭാഗമാവാൻ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം. അല്ലാണ്ട് നിങ്ങളുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ഇതൊന്നും ഇവിടെ ബാരിയേഴ്സ് അല്ല. പിന്നെ യെസിന്റെ ഓരോ പ്രോജക്റ്റുകളും നിലകൊള്ളുന്നത് വിദ്യാർത്ഥികളുടെ ആക്കഡമിക് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. യെസ് ഇന്ത്യയുടെ എല്ലാ മിഷൻസും സാധ്യമാക്കുന്നത്, ഞങ്ങളുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഈ ഓരോ പ്രോജക്റ്റുകളുമാണ്. ഈ പ്രോജക്റ്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പിറൻസ് ആയിരിക്കും. നിങ്ങൾ നോക്കുന്നത് എക്സൽ ഇന്ത്യയിലേക്കായിരിക്കും എന്നറിയാം. എന്നാലും ചെറിയ സമയമെടുത്ത് എല്ലാ പ്രോജക്റ്റുകളെയും ഒന്ന് വിശദീകരിക്കാം. ഇൻ പർട്ടിക്കുലർ എക്സൽ ഇന്ത്യയും. ആദ്യത്തെ പ്രോജക്റ്റ് ആണ് ലീഡർഷിപ്പ് ഇന്ത്യ. ലീഡർഷിപ്പ് ഇന്ത്യ പേര് പോലെ തന്നെ വിദ്യാർത്ഥികളിൽ നേതൃപാടവം വളർത്തിയെടുക്കുക. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് വൈബ്രന്റ് യൂത്ത് ലീഡേഴ്സ്. ഇതിനു വേണ്ടിയിട്ടാണ് എക്സൽ ഈ ലീഡർഷിപ്പ് ഇന്ത്യ പ്രോജക്റ്റ് നിലകൊള്ളുന്നത്. ആൻഡ് ലീഡർഷിപ്പ് ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു കൊറോണ സമയത്തും ഓൺലൈനിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന കൂടിയാണ് യെസ് ഇന്ത്യ. ജ്വാല 2020 എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ആൻഡ് ഇവിടെ ആ ഒരു ജ്വാല പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രസന്റ് ചെയ്തത് വ്യത്യസ്ത മേഖലയിലെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ക്വാളിറ്റി എല്ലാവർക്കും വേണ്ടതാണ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ നിലകൊള്ളുന്നത്. ഈ ജ്വാല പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതും നിങ്ങളിപ്പോ കാണുന്ന പോലെ സന്തോഷ് ജോർജ് കുളങ്ങരയും നിഷാദ് റാവൂത്തർ പോലെ ഡിഫറെന്റ് മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ്. Next project CS focus, it is civil service focus and it's a pathway for students to prepare for civil service. Civil service aspirants ന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണിത്. നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വ്യത്യസ്തമായ സ്ട്രാറ്റജികളിലൂടെ ഒരു കൃത്യമായ ഗൈഡൻസിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. ഒരു വലിയ സ്വപ്നം, സിവിൽ സർവീസ് ആസ്പിറൻസിന്റെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ്. ആ രീതിയിൽ ആ ഒരു വലിയ സ്വപ്നത്തിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി. അക്ഷരസമുദ്രം യെസ് ഇന്ത്യയുടെ വൺ ഓഫ് ദി വെരി പ്രസ്റ്റീജിയസ് പ്രോജക്ട്. വോളണ്ടറി ആയി നടന്നു പോകുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. കോസ്റ്റൽ ഏരിയയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് നമ്മൾ മെന്റേഴ്സ് ആയി എടുക്കുന്നത്. മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനത് ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. കോസ്റ്റൽ ഏരിയയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ 10ാം ക്ലാസ് എന്ന കടമ്പ കടത്തിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണിത്. അവിടെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അക്കാഡമിക് സപ്പോർട്ടും നൽകുക. അതിനപ്പുറം നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്കുള്ള പ്രത്യേകത, അവര് വളരെ ഹൈഫൈ ഫ്ലൈയിങ് കളേഴ്സുമായിട്ട് മുന്നോട്ട് വരുന്ന കുട്ടികളൊന്നും ആയിരിക്കില്ല. എന്താണ്, ഒരു പക്ഷെ പഠിക്കണം എന്നൊരു സ്വപ്നവും ഇല്ലാത്ത, 10ാം ക്ലാസ് എന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കുട്ടികളെയൊക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവരിലേക്ക് ആദ്യമായിട്ട് ഒരു എക്കണമിക് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു 10ാം ക്ലാസ്സിന്റെ പ്രാധാന്യം, മുന്നോട്ട് പഠിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ ബോധ്യപ്പെടുത്തി അവരിൽ അതൊരു സ്വപ്നമാക്കി മാറ്റിയെടുത്ത് പിന്നീട് ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് അക്ഷരസമുദ്രം. 2015 ആരംഭിച്ചിട്ടുള്ള കോഴിക്കോട് ചാപ്പയിൽ വെച്ച് ആരംഭിച്ച ഒരു പ്രോജക്റ്റ് ആണിത്. ഇന്നും ഓൺലൈനിന്റെ എല്ലാ സാധ്യതകളെയും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. അക്ഷരസമുദ്രത്തിന്റെ കഴിഞ്ഞ വർഷം, ഈ അടുത്ത ദിവസമാണ്, കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ 10ാം ക്ലാസ് പിള്ളേരുടെ റിസൾട്ട് വന്നത്. അക്ഷരസമുദ്രത്തിന് ഇത്തവണ ഒരു 97% ഓഫ് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
ആൻഡ് പെരിക്കുലം ഇത് എസ് ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ മാഗസിൻ ആണ്. ഇതൊരു മന്ത്ലി മാഗസിൻ ആണ്. ഓരോ മാസവും നമ്മൾ ആ ഒരു മാസത്തെ ഏറ്റവും റെലവെന്റ് ആയ ദിവസങ്ങളെ വിഷയമാക്കി എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങളെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ പെരിക്കുലവും ഇറങ്ങുന്നത്. ഇതൊരു കരിയർ ഗൈഡ് കൂടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കരിയർ നോട്ടിഫിക്കേഷൻസിനുള്ള ഒരു റെഗുലർ അപ്ഡേറ്റ് ആയിരിക്കും. ഒരു മന്ത്ലി മാഗസിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സമയവും വരുന്ന എഡ്യൂക്കേഷണൽ നോട്ടിഫിക്കേഷൻസും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ ഇതിനോട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ആ രീതിയിൽ ഒരു സ്റ്റുഡൻസ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സിൽ സ്റ്റുഡന്റ് വോയിസ് കാണിക്കാനുള്ള അല്ലെങ്കിൽ കരിയർ നോട്ടിഫിക്കേഷൻസിന്റെ ഒരു അപ്ഡേറ്റും ഒക്കെ ആയിട്ടാണ് പെരിക്കുലം ഓരോ മാസവും ഓരോ ഇഷ്യൂസ് ആയിട്ട് ഇറങ്ങുന്നത്. ആൻഡ് ഈ മാസത്തെ ഇഷ്യൂ ഇറങ്ങാനിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇസ് 9th ഇഷ്യൂ ആണ് പെരിക്കുലത്തിന്റെ. നെക്സ്റ്റ് ഇസ് പിയർ കരിയർ ഗൈഡൻസ്. വിദ്യാർത്ഥികളിൽ കരിയർ സംബന്ധമായ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണിത്. കരിയർ മേഖലയിൽ സ്റ്റുഡൻസിന് നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് അടുത്തത് എന്ത് വേണം, ഒരു കരിയർ നമുക്ക് തന്നെ ഗൈഡ് ഇല്ലാണ്ട് ഒന്ന് ചൂസ് ചെയ്യാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത് പോകുമ്പോൾ അത് തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മിനിമം നോളജ് വേണ്ടുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നാറുണ്ട് അല്ലെ കരിയർ ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മളുടെ തന്നെ ഫ്യൂച്ചർ നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് തന്നെ ഉള്ള ഒരു വഴി കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിൽ എല്ലാവരിലും ഒരു കരിയർ അവബോധം സൃഷ്ടിച്ചെടുക്കുക, ഒരു മിനി കരിയർ ഗൈഡുകളായി എല്ലാവരും വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആണ് PCG അഥവാ പിയർ കരിയർ ഗൈഡൻസ് പ്രവർത്തിക്കുന്നത്. ആൻഡ് അണ്ടർ ദിസ് പ്രോഗ്രാം നമുക്ക് 2 പ്രോജക്റ്റുകൾ ഈ പ്രോജക്റ്റിന്റെ അണ്ടറിൽ നമുക്ക് 2 പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഡോക്ടർ KM അബൂബക്കർ മെമ്മോറിയൽ ഓൾ കേരള കരിയർ ക്വിസും കരിയർ ന്യൂസും. കരിയർ ന്യൂസ് എന്ന് പറയുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കരിയർ നോട്ടിഫിക്കേഷൻസ്, അതായത് ഇന്റേൺഷിപ്സിന്റെ അല്ലെങ്കിൽ നാഷണൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ്, ആ രീതിയിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിന്റെയും കറക്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ആൻഡ് ഡോക്ടർ KM അബൂബക്കർ മെമ്മോറിയൽ ഓൾ കേരള കരിയർ ക്വിസ്, ഇത് ഓരോ വർഷവും നടക്കുന്ന ഒരു ക്വിസ് പ്രോഗ്രാം ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവും കരിയർ ഫീൽഡിലെ വിദ്യാർത്ഥികളുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഒരു ക്വിസ് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. ഒരു കൃത്യമായ ഒരു സിലബസ് ഇതിന്റെ പാർട്ടിസിപ്പൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയും നോളജ് നിങ്ങളിലേക്ക് ഉണ്ടാവുകയാണ്. ആ പോയിന്റിലാണ് ഈ ഒരു ക്വിസ് പ്രോഗ്രാം സക്സസ്ഫുൾ ആവുന്നത്. കഴിഞ്ഞ വർഷം 14 ജില്ലയിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു വലിയ മത്സരമായിരുന്നു ഈ ഒരു ഡോക്ടർ KM അബൂബക്കർ മെമ്മോറിയൽ ഓൾ കേരള കരിയർ ക്വിസ്. കേരളത്തിലെ കരിയർ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായ ഡോക്ടർ KM അബൂബക്കർ സാറിന്റെ സ്മരണാർത്ഥമാണ് ഓരോ വർഷവും ഈ ക്വിസ് പ്രോഗ്രാം നടത്തുന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ചാണ് ഇതിന്റെ ഫൈനൽ മത്സരം നടന്നിരുന്നത്. ആ മത്സരത്തിൽ 14 ജില്ലയിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇനിയും അടുത്ത വർഷവും നടക്കാനിരിക്കുന്ന ഒരു മത്സര പരിപാടിയാണിത്. ആൻഡ് ഹിയർ കംസ് എക്സൽ ഇന്ത്യ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ആണ്. നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പിറൻസ് ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്വപ്നം കാണുന്നവരാണ്. അങ്ങനെയുള്ളവർക്കുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് എക്സൽ ഇന്ത്യ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എങ്ങനെ എത്തും, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, അവിടുത്തെ അഡ്മിഷൻ സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് നടക്കുന്നത്, ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അതിന്റെ ഒക്കെ ഒരു എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എക്സൽ ഇന്ത്യ. എസ് ഇന്ത്യയുടെ വൺ ഓഫ് ദ വെരി ഏർലിയസ്റ്റ് പ്രോജക്റ്റ് കൂടിയാണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് സ്ട്രാറ്റജികളൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടി വരും അല്ലെ. ഇത് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം സബ്ജക്റ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെ സബ്ജക്ട് ബേസിസിൽ നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഓരോ ഗ്രൂപ്പുകളിലും ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് ആസ്പിറൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അവിടെ നിങ്ങൾക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിരിക്കും ആ കോർഡിനേറ്റർ. പിന്നീട് നിങ്ങൾക്ക് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ബേസിസിലും അവിടുത്തെ സ്റ്റുഡൻസിന്റെ മെന്ററിങ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും.
ഓരോരോ ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അവിടത്തേക്ക് ഒരു അട്രാക്ഷൻ നിങ്ങളെ തോന്നിപ്പിക്കാൻ, അവിടുത്തെ ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ രീതിയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും സ്റ്റുഡൻസ് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. അവര് പ്രിപ്പയർ ചെയ്തത് എത്രത്തോളം, ഒരു ഫാക്കൾട്ടി വന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ലെജിബിൾ ആയ ഭാഷ നമ്മളെ തന്നെ സെയിം ഏജിലുള്ള ഒരാള്, അവിടെ പഠിക്കുന്ന ഒരാള് അവരുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴായിരിക്കും. ആ രീതിയിൽ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്തു, എന്താണ് അവരുടെ പ്രിപ്പറേഷൻ സമയത്തും ഒക്കെ ഉണ്ടായിരുന്നത്, ക്യാമ്പസ് എക്സ്പീരിയൻസ് എന്താണ്, ഹൗ ഇസ് ദ ലൈഫ് ദെയർ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഓരോ ഗ്രൂപ്പ്സിലും ഡിഫറെന്റ് സബ്ജക്ട്സിനുള്ള ഗ്രൂപ്പ് ആണല്ലോ, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഫാക്കൾട്ടി സെഷൻസ് ഉണ്ടാവും. അവര് പെർട്ടിക്കുലർലി സബ്ജക്ട് ബേസിസിലായിരിക്കും നിങ്ങളുടെ ആവശ്യം പോലെ ക്ലാസ് എടുക്കുന്നൊക്കെ ഉണ്ടാവുക. പിന്നെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വെറുതെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ നിങ്ങളുടെ പേപ്പർ ഡിസ്കഷൻസ് ആണ് നടക്കുക. ഓരോ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഏത് എക്സാമിന് പോകുമ്പോഴും എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ. ആ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. കോർഡിനേറ്റർ വഴി ഓരോ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, ഒരു സ്റ്റഡി ഗ്രൂപ്പായിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഇരിക്കുന്നവരാണ്, ഒരേ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നവരാണ്. കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിരിക്കും നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പായിട്ട് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും മാറും. നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് എക്സൽ ഇന്ത്യ മൊത്തത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത്, അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതിന്റെ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും കഴിഞ്ഞ വർഷം ഏകദേശം 70 അടുത്ത് കുട്ടികൾ എക്സൽ ഇന്ത്യയുടെ ഭാഗമായൊരു ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസ് ആണ്. വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു നേട്ടം ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. ആ രീതിയിൽ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നിങ്ങളും അതുപോലെ നാളെ എക്സൽ ഇന്ത്യയുടെ ഭാഗമായി എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ദിസ് ഇസ് അബൌട്ട് എക്സൽ ഇന്ത്യ. ഇത്രയൊക്കെയാണ്. ബാക്കി നിങ്ങൾ ഇതിന്റെ ഭാഗമാവുമ്പോൾ ഈ പറഞ്ഞതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഫ്രം യുവർ സൈഡ് ഉണ്ടാവണം. ബാക്കി തരാനുള്ളത് എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യും എക്സൽ ഇന്ത്യ. ഇനി HR ഇന്ത്യ പ്രോജക്റ്റ് ആണ്. HR ഇന്ത്യ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഇന്ത്യ. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയ ഫീൽഡിലെ ഹ്യൂമൻ റിസോഴ്സുകൾ ആവേണ്ടവരാണ്. ആ രീതിയിൽ നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കുക. ഓരോ ഫീൽഡിലെയും ഹ്യൂമൻ റിസോഴ്സുകൾ വ്യത്യസ്തമായ മേഖലയിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ റിസോഴ്സ്ഫുൾ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നവരെ കൊണ്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. അത്രയും ഇൻപുട്സ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് പോകുന്നത്. ആൻഡ് വി ഹാവ് എക്സൽ കേരള. എക്സൽ കേരള ഒരു ലോങ് ടേം മിഷൻ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇവിടെ ഒരു 70+ മാർക്കുള്ളവരും പലപ്പോഴും ഗവൺമെന്റ് കോളേജസിന് പുറത്താണ്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, അതിനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുവഴി പിൽക്കാലത്ത് നമ്മുടെ മലബാർ മേഖലയിലെ ഇവിടുത്തെ ഗവൺമെന്റ് കോളേജുകളിലെ സീറ്റ് അവൈലബിലിറ്റി, കോഴ്സുകളൊക്കെ കാര്യമായ വർധനവുണ്ടാവും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് എക്സൽ കേരള പ്രോജക്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എക്സൽ ഇന്ത്യ ജൂനിയർ, നേരത്തെ പറഞ്ഞ എക്സൽ ഇന്ത്യ നിങ്ങളുടെ പ്രോജക്റ്റ്, അതിന്റെ ഒരു ജൂനിയർ ആണിത്. ജൂനിയർ ഇൻ ദ സെൻസ് എക്സൽ ഇന്ത്യ പ്ലസ് ഡിഗ്രി കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്കാണെങ്കിൽ എക്സൽ ഇന്ത്യ ജൂനിയർ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ്. +2 കഴിയുമ്പോൾ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. ഇതൊരു 3 ഇയർ കോഴ്സുള്ള പ്രോജക്റ്റ് ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങളെ, അതായത് +2 കഴിഞ്ഞ കുട്ടികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവരെത്തിക്കുക നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്ന പോലെ. പിന്നീട് സെക്കൻഡ് ഇയറിൽ അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ഇന്ത്യ പോലെയുള്ള പ്രോജക്റ്റുകൾക്ക് അവർക്ക് ഭാഗമാകാൻ പറ്റും. ആൻഡ് തേർഡ് ഇയർ എക്സൽ ഇന്ത്യയിലേക്ക് വരും. സർക്കിൾ, ഇറ്റ് ഈസ് റിസർച്ച് സർക്കിൾ. UG PG തലം തൊട്ടേ റിസർച്ചിൽ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക.
എസ് ഇന്ത്യയുടെ തന്നെ സെൻട്രൽ കൗൺസിൽ ഒരുപാട് പേര് റിസർച്ച് സ്കോളേഴ്സ് ആണ്. അവരുടെ ഒരു കൃത്യമായ ഗൈഡൻസിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. റിസർച്ചിൽ താല്പര്യമുള്ളവർക്ക് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി ഗ്രൂപ്പുകളായി ഇത് പറഞ്ഞ പോലെ എക്സൽ ഇന്ത്യയെ പോലൊക്കെ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് റിസർച്ച് സർക്കിൾ, ആർട്സ് സർക്കിൾ ആൻഡ് എക്സ്പ്ലോർ ഇന്ത്യ. വളരെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള എസ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ആണിത്. എക്സ്പ്ലോർ ഇന്ത്യ പേര് പോലെ സ്റ്റുഡൻസിന് ഔട്ട് ഓഫ് ദ ബുക്സ് ചിന്തിപ്പിക്കുക, ഒരു എക്സ്പ്ലോറേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വിസിറ്റിംഗ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അക്രോസ് ഇന്ത്യ, ഇന്ററാക്ടിങ് വിത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ് ദെയർ. ആ രീതിയിൽ ഒരു എക്സ്പോഷർ കൊടുക്കുക. ഔട്ട് ഓഫ് ദ 4 walls എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു പ്രോജക്റ്റിനുള്ളത്. ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് വളരെ റീസെന്റ് ലോഞ്ച് ചെയ്തതാണ്. അപ്പം ഓൺലൈനിൽ ഒരു വിർച്വൽ ട്രിപ്പ് അക്രോസ് ഇന്ത്യ, ഇന്ത്യയുടെ എല്ലാ നോക്ക് ആൻഡ് കോർണേഴ്സും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 14 സ്റ്റേറ്റ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സെഷൻ നടത്തിയിരുന്നു. അതിൽ ഉണ്ടായിരുന്നത്, ആ സെഷനിൽ ഇന്ററാക്ട് ചെയ്തത് ഒരു 3 നൈറ്റ് കൊണ്ട് ഇന്ത്യയെ കവർ ചെയ്യുന്ന ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഓരോ സ്റ്റേറ്റിലെയും അവിടുത്തെ നേറ്റീവ്സ് വന്ന് സംസാരിക്കുന്ന ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം അതാണ് ഈ എക്സ്പ്ലോർ ഇന്ത്യയുടെ ഒരു ഇനീഷിയേഷൻ എന്ന് പറയുന്നത്. ഇനി ലെറ്റ്സ് മോർ ടു ഗ്രോ. ഇത്രയൊക്കെയാണ് എസ് ഇന്ത്യയുടെ പ്രോജക്റ്റ്. ആൻഡ് ലെറ്റ്സ് സേ യെസ്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒബ്ജക്റ്റീവുകൾ ഉള്ളതാണ് ഓരോ പ്രോജക്റ്റും. നിങ്ങളുടെ ആവശ്യാനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുക. താങ്ക് യു. കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്തതായി നമ്മുടെ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കാനായി എക്സൽ ഇന്ത്യ ഡയറക്ടർ അസ്മയെ ക്ഷണിച്ചോളുന്നു. അസ്ഫ ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം. അസ്ഫറ വെയിറ്റ് ചെയ്യണമെന്നില്ല, ലേറ്റ് ആക്കണം. ആശംസ അർപ്പിച്ച് സംസാരിക്കാനായി കണ്ണൂർ ജില്ലാ ചാപ്റ്റർ മെമ്പറായ അനന്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു എന്താ പറയാ, എസിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പരിപാടിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എക്സൽ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ എക്സൽ ഇന്ത്യന്റെ ഭാഗമാവാൻ വേണ്ടി താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന കുറെ കുട്ടികളാണ് നിങ്ങൾ. ഇതേ എക്സൽ ഇന്ത്യന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇയറിൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഓറിയന്റേഷൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ലഭിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത്രയും ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്കൊരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇതില് പഠിക്കാനും അതുപോലെ തന്നെ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ലഭിച്ചതിന് എനിക്കൊരു അഡ്മിഷൻ കിട്ടിയതിലൊരു മേജർ പങ്ക് വഹിച്ചത് എക്സൽ ഇന്ത്യയുടെ പ്രോഗ്രാം ആയിരുന്നു. അതുവഴിയാണ് ഞാൻ എസ് ഇന്ത്യനെ കുറിച്ച് അറിയുന്നതും പിന്നെ മനസ്സിലാക്കുന്നതും അതിലൊരു പാർട്ടാവുന്നതും. നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് അടുത്തൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. പക്ഷേങ്കിൽ നാഷണൽ ലെവലിൽ നമുക്ക് എത്ര അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊന്നും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതറിയാനുള്ള റിസോഴ്സസ് വളരെ കുറവാണ്. പക്ഷേങ്കിൽ ആ ഒരു ലെവലിൽ നമുക്ക് പഠിക്കാനും മറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് അവസരങ്ങൾ, അതുപോലെ തന്നെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും, ഒരുപാട് സ്കോളർഷിപ്പുകൾ, ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറെ അവസരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അറിഞ്ഞില്ല എന്നുള്ളതിന്റെ പേരിൽ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കുട്ടികളിലേക്ക് ഇത്തരം പരിപാടികളിലൂടെ അവരിൽ പിന്നെ അവർക്ക് മുന്നിലുള്ള വിശാലമായ ഒരു ലോകത്തിനെ തുറന്നു കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ കണ്ണൂർ ചാപ്റ്ററിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. അതില് ഇത്രയും കുട്ടികൾ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് വന്നു. അവർക്ക് വേണ്ട ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു, ടെസ്റ്റ് നടത്തി. അതൊക്കെ
സാധിച്ചത് വളരെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നതാണ്. കാരണം എനിക്ക് ഇതിന്റെ പാർട്ട് അധികം ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റിയില്ല, എക്സാം ഒക്കെ ആയിരുന്നു അതുകൊണ്ട്. പക്ഷേങ്കിൽ എന്താണ് ഒരു യെസ് ഇന്ത്യ എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും കാര്യങ്ങളും നേരുന്നു. നന്ദി. നമുക്ക് അടുത്തതായി Q&A സെഷനിലേക്ക് കടക്കാം. അധികം ദീർഘിപ്പിക്കുന്നില്ല. റിഫാസ് സഞ്ജുവേട്ടനല്ലേ? സഞ്ജുവേട്ടൻ വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അന്നേ പറഞ്ഞതാണ്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്സൽ ഇന്ത്യയുടെ പാർട്ട് എങ്ങനെയാവാന്ന് ചോദിച്ച് ഇവിടെ സഫി ഉണ്ടോ? യെസ് റിഫാസ്, ഞാനുണ്ട്. എന്താ ഒന്ന് പറഞ്ഞേ. ഓക്കെ, എക്സൽ ഇന്ത്യയുടെ ഭാഗമാവാന് ഇവർ ഓൾറെഡി യെസ് ഇന്ത്യൻസ് ആണോ? അല്ല തോന്നുന്നു. അല്ല അല്ല അല്ല. ഓക്കെ, എക്സൽ ഇന്ത്യയുടെ ഭാഗമാവാന് നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് എമൗണ്ട്, ഒരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലേ, അതിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം എക്സൽ ഇന്ത്യയുടെ ഭാഗമാവാം. അത്രേ ഉള്ളൂ. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അത് നോക്കണേ റിഫാസ്. ഓക്കെ, താങ്ക് യു സഫ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള മറുപടി ഇപ്പം തന്നെ തരുന്നതായിരിക്കും. ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നാണോ? MBA ഓപ്പർച്യൂണിറ്റീസ് സഞ്ജോട്ടാ. റിഫാസ് പറയുന്നതല്ലേ നല്ലത് MBA കുറിച്ച്? MBA കുറിച്ച് അപ്പോ MBAയുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ചോദിച്ചുള്ളത്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ MBA തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സ്ഥാപനം, അതുപോലെ നിങ്ങളെ സ്കില്ല്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് വെച്ച് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെ നോക്കിയാലും, ഏത് ഫീൽഡിൽ നോക്കിയാലും MBAക്കാരുണ്ടാവും. ഏതോ സിനിമയെ പറഞ്ഞ മാതിരി മുകളിലേക്ക് ഒരു കല്ലിട്ട് താഴേക്ക് ഇട്ടാൽ MBAക്കാരോ ബിടെക്കാരോ കാണപ്പെടുന്ന പറഞ്ഞ മാതിരി അത്രയും MBAക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെ വെറൈറ്റി ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ, നിങ്ങളെ സ്കില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നതനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ പഠിച്ചിറങ്ങുന്ന സ്ഥാപനം, IIM മുതൽ IITs ആയാലും, അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി FMS ആയാലും, JNUവിന്റെ അടൽ ബിഹാരി വാജ്പേയി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആയാലും, അതുപോലെയുള്ള സ്ഥാപനങ്ങൾ, അതിലെ പ്രീമിയർ ആയിട്ടുള്ള B സ്കൂളുകൾ, അതുപോലെ പ്രീമിയർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, MBA ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എവിടുന്ന് പഠിച്ചിറങ്ങുന്നു, അതുപോലെ നിങ്ങളെ സ്കില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നതിനെ അടിസ്ഥാനമായിരിക്കും നിങ്ങളെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സഞ്ജോട്ടാ, നോക്കൂ. BSc ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ? അപ്പോ എപ്പോഴും കെമിസ്ട്രി ആണ് കുറച്ചും കൂടിയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. നമുക്ക് ഇൻഡസ്ട്രിയില് കുറച്ചും കൂടിയും കെമിസ്ട്രിക്കാർക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാറ്. ഇപ്പോ MSc കെമിസ്ട്രി കഴിഞ്ഞാൽ തന്നെ ഒരു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ടൊക്കെ നിരവധി പ്രൈവറ്റ് കമ്പനീസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. MSc കെമിസ്ട്രി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോലി സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് വന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്കോപ്പ് പറയാമോ അതർ ദാൻ ടീച്ചിങ്? ഇപ്പോ എന്താ പറയാ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ
സ്റ്റുഡൻസിന് നിരവധി ജോലി സാധ്യതകളുണ്ട്. ഏതൊരു ഡിഗ്രിയെ പോലെയുള്ള ജോലി സാധ്യതകൾ കൂടാതെ ഇപ്പോ നമുക്ക് അറിയാം ഫേസ്ബുക്ക്, പിന്നെ ആമസോൺ, ഇങ്ങനെ വലിയ വലിയ കമ്പനികളിൽ അവര് MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾക്കാരെ ജോലിക്ക് എടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ആളിപ്പോ ഫേസ്ബുക്കിലാണ് ജോലി. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ഫേസ്ബുക്ക് സെന്റർ. അപ്പോ അവിടെയാണ് ആൾക്ക് ജോലി. ഡെയിലി ക്യാബ് വന്ന് പിക്ക് ചെയ്യും, ക്യാബ് കൊണ്ടാക്കും. പിന്നെ അവിടുത്തെ അവിടെ ലൈക്ക് ഫേസ്ബുക്കിന്റെ ഓഫീസിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത്ര ഗാഡ്ജറ്റ്സ് എടുക്കാം. നല്ലൊരു പോഷ് ലൈഫാണ് ആളിപ്പോ ലീഡ് ചെയ്യുന്നത്. അപ്പോ ടീച്ചിങ് കൂടാതെ നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് MA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പൊ ഏതൊരു കോഴ്സ് പഠിച്ചാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളത് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ ഒരു കഴിവ്. അങ്ങനെയാ പറയാൻ പറ്റുള്ളൂ. പിന്നെ MSc ലൈഫ് സയൻസിന് ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതാണ്? അത് MSc ലൈഫ് സയൻസ് ആസ് സച്ച് അധികം യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരേ സെക്കൻഡ് ഞാൻ നോക്കട്ടെ. പിന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള കാര്യം, നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ വെബ്സൈറ്റിൽ പോയാൽ NIRF റാങ്കിങ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും റാങ്കിങ് ഉണ്ടാവും. മാനേജ്മെന്റ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും അതുപോലെ എല്ലാ സ്ട്രീമുകളുടെയും യൂണിവേഴ്സിറ്റീസിന്റെ ആയാലും റാങ്കിങ് ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ബെസ്റ്റ് ഏതാ അല്ലെങ്കിൽ എന്താ അവരെല്ലാ ക്രൈറ്റീരിയ നോക്കിയിട്ട് മാത്രമാണ് റാങ്കിങ് ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നല്ലതാണെന്ന് ഒരു ഔട്ട്സൈഡർ റിവ്യൂവിനേക്കാളും ഏറ്റവും നല്ലത് അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നതാവും. ചിലപ്പോ നമുക്ക് പുറമെ വായിച്ച് കേട്ടറിയുന്നതാവില്ല ചിലപ്പോ റിയാലിറ്റി. അപ്പൊ ഏറ്റവും നല്ലത് അവിടെ പഠിക്കുന്ന കുട്ടികളോട് നേരിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, ജാർഖണ്ഡ്, പഞ്ചാബ്, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ MSc ലൈഫ് സയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവിടുത്തെ കുട്ടികളെ ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സഞ്ജയുടെ അടുത്ത് MSW ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് അനന്യ ഇവിടെ ഉണ്ട്, അവള് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതെ അതെ, അനന്യ പറയട്ടെ. അനന്യ ഇല്ലേ? അനന്യ ഇല്ലേ? ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയണോ? സജ്ന പറയുന്നോ? സജ്ന MSW പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സജ്ന സംസാരിക്കുന്നോ? ഓക്കെ, ഫൈൻ. MSW സോഷ്യൽ വർക്ക്, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NGOസിലും പിന്നെ നിരവധി ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ലൈക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് സോഷ്യൽ വർക്ക് പഠിച്ച കുട്ടികളാണ്. സമൂഹത്തില് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഠിന പ്രയത്നം നടത്തുന്ന ആൾക്കാരാണ് സോഷ്യൽ വർക്കേഴ്സ്. അപ്പൊ ഒരിക്കലും ഒരു സാലറി പ്രതീക്ഷിച്ച് പോവരുത്. നമ്മള് നമ്മുടേതായ രീതിയിൽ സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ മാത്രമേ സോഷ്യൽ വർക്കിന് പോകണം എന്ന് ഞാൻ അഭിപ്രായം പറയുള്ളൂ. വലിയ സാലറി കിട്ടുന്ന ഒരു ജോബായിട്ട് ഒരിക്കലും MSW പഠിച്ചു കഴിഞ്ഞാൽ കാണരുത്. നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് കുറെ കൊടുക്കണം എന്ന ആഗ്രഹം, ലൈക്ക് സമൂഹത്തില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ MSW പോകണം. പിന്നെ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ MCA നെ കുറിച്ച് പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം. ഇപ്പോ MCA നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള MCA ഒക്കെ നമ്മളെ നാട്ടിൽ കാണപ്പെടും. ഒന്ന് എന്ന് പറയുന്നത് AICTE അംഗീകാരമുള്ള ഓൾ ഇന്ത്യ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ അംഗീകാരമുള്ള MCAയും, അതുപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഉള്ള MCAയും, അതുപോലെ NIT-കളിലേക്കുള്ള MCA ടെസ്റ്റാണ്
നിംസെറ്റ് എന്ന് പറയും. നിംസെറ്റ് എന്ന് പറയുന്ന എക്സാം ആണ് NIT-കളിലേക്കുള്ള MCAയുടെ എൻട്രൻസ് ടെസ്റ്റ്, ഓൾ ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റ് ആണ്. നിലവിൽ അപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുപോലെ കേരളത്തിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ AICT അംഗീകാരമുള്ളത് LBS നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് MCAയുടെ. അത് 31-ാം തീയതി ആണെന്ന് തോന്നുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആയാലും കണ്ണൂർ ആയാലും MG ആയാലും കേരള ആയാലും ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ MCA ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും. പക്ഷെ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ AICT അംഗീകാരമുള്ള MCAക്കാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇപ്പം മോഡേൺ ആയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യുക. സഞ്ജുട്ട് ആഡ് ചെയ്യാനുണ്ടോ? MCA പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടും പിന്നെ ഹാർഡ്വെയർ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഹയർ പോസ്റ്റ് അല്ല, എന്നിരുന്നാലും ഒരു ജൂനിയർ ട്രെയിനി എന്നുള്ള രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും MCA എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ താല്പര്യമുള്ളവർ പോകണം എന്നാ ഞാൻ പറയുള്ളൂ. ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം, കോഡിങ്ങും അങ്ങനെ കുറെ കാര്യങ്ങളിൽ നല്ലൊരു താല്പര്യമുള്ളവര് MCAക്ക് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് MSc എൻവിറോൺമെന്റൽ സയൻസസിന്റെ ഓപ്പർച്യൂണിറ്റീസ് പറയാമോ? MSc എൻവിറോൺമെന്റൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെക്ചറർ ആവാം, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ സയന്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ കൺസൾട്ടന്റ് ആവാം, വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ ആവാം, ജേർണലിസ്റ്റ് ആവാം. ഈ എൻവിറോൺമെന്റ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. ഭാവിയിൽ എൻവിറോൺമെന്റ് കൺസർവേഷനും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും MSc എൻവിറോൺമെന്റൽ സയൻസ് പഠിക്കുന്നത് ഭാവിയിലേക്ക് യൂസ്ഫുൾ ആണ്. അടുത്ത ചോദ്യം, MSc കെമിസ്ട്രി കഴിഞ്ഞുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറയാം. MSc സൈക്കോളജിനെ കുറിച്ച് റിഫാസ് പറയുന്നോ? സഞ്ജുവേട്ടൻ പറഞ്ഞോ, ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ കെമിസ്ട്രി ഒന്ന് ഞാൻ പറയാനുള്ളത് ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. ഓക്കെ, സൈക്കോളജി പറഞ്ഞോളൂ. അപ്പോ കെമിസ്ട്രിനെ കുറിച്ച് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കെമിസ്ട്രി CUCT അണ്ടറിൽ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 5ഓളം കെമിസ്ട്രി കോഴ്സുകളുണ്ട്. അത് ബയോ കെമിസ്ട്രി ആയാലും ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയാലും അതുപോലെ അങ്ങനെ പല കെമിസ്ട്രി കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾക്ക് എപ്പോഴും എല്ലാവരും ചൂസ് ചെയ്യുന്ന, മലയാളികളൊക്കെ ഒത്തിരി പഠിക്കുന്ന ഒരു CUCT അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഓക്കെ, അയ്യോ ഞാൻ പറയാം പറഞ്ഞു. ഓക്കെ, അല്ല ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറഞ്ഞ ഒന്ന് എന്താ പറയാ, പ്ലാൻ ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ നമ്മൾ MSc കെമിസ്ട്രി, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടാണ്. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോ MSc കെമിസ്ട്രി കഴിഞ്ഞ് ആളിപ്പോ ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് 2 കൊല്ലം വർക്ക് ചെയ്ത് ഇപ്പോ ഒരു സീനിയർ സയന്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആള് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ലാണ് വർക്ക് ചെയ്യുന്നത്, ആന്തം ബയോ സയൻസസ് ബാംഗ്ലൂരു. പിന്നെ വേറൊരു ഫ്രണ്ട് PhD ചെയ്യുന്നുണ്ട്. 3-4 പേര് അബ്രോഡ് പഠിക്കുന്നുണ്ട് PhD. പിന്നെ വേറൊരു ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഡിംഗ് ആണ് ആൾക്ക് താല്പര്യം. അപ്പോ കെമിസ്ട്രീനെ ബേസ് ചെയ്തിട്ട് കോഡിംഗ് അങ്ങനത്തെ ജോലിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലൈക്ക് കെമിസ്ട്രി അത്യാവശ്യം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഇപ്പോ അക്കാഡമിക് ഫീൽഡിൽ പോവുകയാണെങ്കിലും ഇൻഡസ്ട്രിയിൽ പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഇപ്പോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രിക്കാണ് കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. പിന്നെ അടുത്തത് സൈക്കോളജിനെ കുറിച്ച് പറയാമോ? സൈക്കോളജി ഒരു സാഗരമാണ്. അപ്പോ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മനുഷ്യ മനസ്സുകളെ കുറിച്ച് പഠിക്കാൻ പറ്റും. എല്ലാം പഠിക്കാൻ പറ്റുന്നല്ല, എന്നാൽ നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഇപ്പോ പൊതുവെ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വന്നതോടെ കുറെ പേർക്ക്
മാനസിക സംഘർഷങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യലാണ് പൊതുവെ എല്ലാവരും ചെയ്യുക. അപ്പോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാം, പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആവാം, ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആവാം, പിന്നെ സ്പോർട്സ് സൈക്കോളജി, പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, സ്കൂൾ സൈക്കോളജി, അങ്ങനെ കുറെ സൈക്കോളജി ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് MSc ലെവലിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് ജനറൽ ആയിട്ടുള്ള MSc സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ചിലയിടത്ത് സ്പോർട്സ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. മധ്യപ്രദേശിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്പോർട്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ MSc സ്പോർട്സ് സൈക്കോളജി ഉണ്ട്. അങ്ങനെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പഠിക്കണമെന്ന് ഞാൻ അഭിപ്രായം പറയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ താല്പര്യം ആദ്യം തന്നെ കണ്ടെത്തണം. അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ കൂടുതൽ തുടർ പഠനം നടത്താൻ. ഓക്കെ, സജ്ന ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണോ ജനറൽ കെമിസ്ട്രി ആണോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോ ബെറ്റർ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിരവധി ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, നമ്മൾ സ്കിൽഡ് ആണോ എന്നുള്ളത് ഒരു കാര്യം. പിന്നെ രണ്ട്, എന്താ പറയാ, പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എന്താണ്, ഒരു ജനറൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വൈഡർ പേഴ്സ്പെക്റ്റീവ്സിലോട്ട് പോകാൻ പറ്റും. സ്പെഷ്യലൈസേഷൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കരിയർ സ്കോപ്പ് കുറയും. എന്ന് വെച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവര് ജനറൽ ആയിട്ടുള്ളത് പഠിക്കുകയും നല്ല ഫോക്കസ് ഉള്ളവര് സ്പെഷ്യലൈസേഷൻ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി തന്നെയാണ്, ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ജോബ് നോക്കുന്നത് എന്ന് ഇപ്പോഴേ തന്നെ ഉറപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കോഴ്സിന് ജോയിൻ ചെയ്യണം. അത് അല്ല കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒരു ജനറൽ കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യാനാ ഞാൻ അഭിപ്രായം പറയുള്ളൂ. അടുത്തത് റിഫാസ്, MA സൈക്കോളജി ആണോ MSc സൈക്കോളജി ആണോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ, അറിയോ? അപ്പോ അത് പറയുകയാണെങ്കിൽ രണ്ട് ചോദ്യമുണ്ട്, MA വേണോ MSc വേണോ? അപ്പോ ഞാനാണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ MSc പഠിക്കാൻ പറയും. കാരണം എന്താ വെച്ചാല് സയൻസ് സ്ട്രീം എപ്പോഴും നമ്മുടെ ആഴത്തിലുള്ള പഠനമായിരിക്കും, വെറും പ്രാക്ടിക്കൽ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചും കൂടി തിയറി കുറഞ്ഞിട്ട് പ്രാക്ടിക്കലി കൂടുതലായുള്ളതായിരിക്കും MSc ഏത് കോഴ്സ് എടുത്താലും. പകരം MA വിഷയങ്ങളിൽ പോയാൽ കൂടുതൽ തിയറി കോൺസെൻട്രേറ്റ് ചെയ്തുള്ള എന്താ പറയുക കരിക്കുലം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും MSc സൈക്കോളജി ചെയ്യുന്നതായിരിക്കും കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റീസിനായാലും പ്രിഫറൻസ് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് MSc മാത്തമാറ്റിക്സിന് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നല്ലത്? സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വൈസ് നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഹോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ HCU ആണ് ഞാൻ അഭിപ്രായം പറയാം. അവിടെ അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് ആണ്, നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ലൈക്ക് പ്യുവർ മാത്സ് നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും CMI എഴുതാൻ ശ്രമിക്കണം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ് എഴുതാൻ നോക്കണം. അവിടെയൊക്കെ മാത്സിന്റെ ലൈക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല മാത്സ് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്. ഇപ്പോ പുതിയ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിരവധി സ്ഥലത്ത് MSc മാത്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ജാർഖണ്ഡ്, കർണാടക, പഞ്ചാബ്, അങ്ങനെ നിരവധി സ്ഥലത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മള് എപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവിടെ പഠിച്ച കുട്ടികളോട് ചോദിക്കുന്നതാവും കുറച്ചുകൂടി നല്ലത്. അടുത്ത ചോദ്യം, ഒരു യൂണിവേഴ്സിറ്റിയിൽ മെയിൻ ആയി പഠിച്ചുകൊണ്ട് മേ ബി സെയിം യൂണിവേഴ്സിറ്റി ഓർ അനദർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റന്റ് ആയി അനദർ സബ്ജക്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ കഴിയുമോ? ഇപ്പോ IGNOU ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഇഗ്നോയില് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അറ്റ് ദ സെയിം ടൈം വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് ചെയ്യാം. അതല്ലാതെ വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ലൈക്ക് നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കുന്നതോടൊപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ നോക്കാവുന്നതാണ്. നിരവധി യൂണിവേഴ്സിറ്റീസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നോവ ആണ് കുറച്ചും കൂടി പേര് കേട്ടത്. പിന്നെ ഭാരതിദാസൻ, അങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റീസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ഓപ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സഞ്ജുടൻ പറഞ്ഞതില് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരിയും അതുപോലെ അലിഗഡും ഒക്കെ ഡിസ്റ്റൻസ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുമ്പോൾ ഇഗ്നോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇഗ്നോ ആണ് എന്താ പറയണ്ടേ, ഓപ്പൺ ആയിട്ട് ഇന്ത്യയിലെ നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞത് ഗവൺമെന്റ് കീഴിലുള്ളത്. ബാക്കിയൊക്കെ അതിന് ഡിസ്റ്റൻസ് കോഴ്സുകൾ നടത്താനുള്ള പെർമിഷൻ UGC കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ഇഗ്നോന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരിക്കും കൂടുതൽ വാല്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, എംകോം സ്കോപ്പ് പറയുന്നോ? എംകോം സ്കോപ്പ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു അക്കൗണ്ടന്റ് ആകാം. അതുപോലെ നിങ്ങൾക്ക് ലെക്ചറിങ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്കോപ്പ്. അതല്ലാതെ നിങ്ങൾ PSC പോലെയുള്ള അതുപോലെയുള്ള ഗവൺമെന്റ് ജോബ്സ് നോക്കുന്നതിലും നിങ്ങൾക്ക് ഉപകരിക്കും. അതല്ല എംകോമിന് പക്കയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു അക്കൗണ്ടന്റ് ആകാം, അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ലെവലിൽ പോകാം, അതല്ലെങ്കിൽ ഒരു ടീച്ചിങ് ലെവലിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അത് എല്ലാ കോഴ്സുകൾക്കും ഉള്ള മാതിരിയുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? എംകോം എൻട്രൻസ് എഴുതാൻ +2 ലെവൽ മാത്സിന്റെ ആവശ്യമുണ്ടോ? എൻട്രൻസ് എക്സാമില് പറഞ്ഞോളൂ. റിഫാസ് പറഞ്ഞോ. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എംകോം സ്കോപ്പോ? സഞ്ജയുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സ്കോപ്പ് അല്ല, ലൈക്ക് എംകോം എൻട്രൻസ് എഴുതാൻ +2 ലെവൽ മാത്സിന്റെ ആവശ്യമുണ്ടോ? അത് റിഫാസ് എന്തോ പറയാൻ വന്നു. ഓക്കെ, എംകോം എൻട്രൻസ് എഴുതാൻ നിങ്ങൾക്ക് +2 ലെവൽ മാത്സിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ CUCT ആണ് എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് 75 മാർക്ക് സബ്ജക്റ്റും 25 മാർക്ക് ജനറൽ പാർട്ട് ഉണ്ടാവും. അതിൻ്റെ അകത്ത് കുറച്ച് ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നല്ലാതെ നിങ്ങൾക്ക് +2 മാത്സ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവില്ല. സഞ്ജുട്ടി, ഞാൻ അടുത്ത ചോദ്യം. കേൾക്കുന്നുണ്ട്. അടുത്ത ചോദ്യം CU കേരളയാണോ കർണാടകയാണോ എന്നറിയില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫർ ചെയ്യുന്നത് ഹരിയാന ഓഫർ ചെയ്യുന്നുണ്ട്, ഒഡീസ ഓഫർ ചെയ്യുന്നുണ്ട്, പഞ്ചാബ്, രാജസ്ഥാൻ, സൗത്ത് ബീഹാർ, പിന്നെ തമിഴ്നാടു. ഈ 5 യൂണിവേഴ്സിറ്റീസ് 6 യൂണിവേഴ്സിറ്റീസ് മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫർ ചെയ്യുന്നുള്ളൂ. CU കർണാടകയും ഓഫർ ചെയ്യുന്നില്ല, കേരളയും ഓഫർ ചെയ്യുന്നില്ല. പിന്നെ MA ഹിന്ദി ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കും ബെസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയാമോ? ഹിന്ദി MA ഹിന്ദി നിരവധി യൂണിവേഴ്സിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിഫാസ് പറഞ്ഞോ. ഹിന്ദിയുടെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹിന്ദി സർവകലാശാല, സംസ്കൃത സർവകലാശാല എന്ന് പറയുന്ന മാതിരി ഹിന്ദി യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് ഗുജറാത്തിലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അതല്ലാതെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദി കോഴ്സ് കൊടുക്കുന്നുണ്ട്. ജാമിയ ആയാലും അലിഗഡ് ആയാലും അതുപോലെ JNU ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് MA ഹിന്ദി പോലെയുള്ള കോഴ്സുകൾ പഠിക്കാം. ഹിന്ദി യൂണിവേഴ്സിറ്റി വരുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ നോക്കി. അപ്പോ മഹാരാഷ്ട്രയിലാണ് ഹിന്ദി യൂണിവേഴ്സിറ്റി വരുന്നത്. പിന്നെ ലൈക്ക് ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസും ഹിന്ദി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗുജറാത്ത്, ഹരിയാന, ജമ്മു, ജാർഖണ്ഡ്, കേരള, കർണാടക, ഒഡീസ, പഞ്ചാബ്, രാജസ്ഥാൻ, സൗത്ത് ബീഹാർ, തമിഴ്നാടു. അങ്ങനെ ലൈക്ക് ഒരുവിധമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഒരു 15
30 സീറ്റ് മാത്രമേ MA ഹിന്ദിക്ക് എല്ലായിടത്തും ഉണ്ടാവാറുള്ളൂ. അപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതാണ്. ഓൾ ഓവർ ഇന്ത്യ നല്ല രീതിയിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് MA ഹിന്ദി. എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്. പറയാൻ പറ്റുമോ ഇഫ്ലു ജോബ് കൂടിയുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എന്തോ ഇഫ്ലുവിന്റെ പറഞ്ഞില്ലേ, ഇഫ്ലു ഹൈദരാബാദിലും കൂടി ഉണ്ട്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഹിന്ദിക്കായാലും. അതെ അതെ, അവിടെ ഹിന്ദി പഠിക്കുന്ന ലൈക്ക് MA ഹിന്ദി പഠിച്ച് ഇപ്പൊ PhD ചെയ്യുന്ന ആളാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ഷബാബ് കാരുണ്യം. അപ്പോ MA ഹിന്ദിയും ഇഫ്ലു നല്ലൊരു ഓപ്ഷനാണ്, ഞാനും പറയാൻ വിട്ടുപോയി. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹിന്ദി ലൈക്ക് അൺഒഫീഷ്യലി നാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഒരു വിധപ്പെട്ട എല്ലാ ഓഫീസസിലും ഒരു ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹിന്ദി ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർ ആവാം, കോളേജ് ടീച്ചർ ആവാം. പിന്നെ ഏതൊരു ഡിഗ്രി വെച്ച് എഴുതാവുന്ന കോഴ്സുകൾക്കെല്ലാം ഹിന്ദി വെച്ചിട്ട് എഴുതാൻ പറ്റും. പിന്നെ MSc ബോട്ടണി കഴിഞ്ഞവർക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യാൻ പറ്റുമോ? അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിൽ നോക്കേണ്ടി വരും. ഓരോ കോഴ്സസിന്റെയും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചാവും ഉണ്ടാവുക. ഓക്കെ, BSc ബോട്ടണി ഞാനും അതന്നെ പറയാൻ ഉദ്ദേശിച്ചത്. MSW ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റി പറയൂ. ഇപ്പോ നിരവധി സ്കീംസ് ഉണ്ടല്ലോ, അതിലൊക്കെ MSW പഠിച്ച കുട്ടികളാണ് ജോബ് കിട്ടുന്നത്. ഇപ്പോ കുട്ടികളെ സഹായിക്കുന്ന സ്കീമുകള്, പിന്നെ മുതിർന്നവരെ സഹായിക്കുന്ന സ്കീമുകൾ, അതിലൊക്കെ ഫീൽഡ് ഓഫീസേഴ്സ് ആയിട്ടും പിന്നെ റിപ്പോർട്ടിംഗ് ഓഫീസേഴ്സ് ആയിട്ടും ഒക്കെ MSW പഠിച്ച കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഗവൺമെന്റ് സെക്ടറിലും NGO സെക്ടറിലും പിന്നെ സോഷ്യൽ സെക്ടറിലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് MSW. MSW ഏറ്റവും ഫേമസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ആണ്. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വേറെ ഏതൊരു യൂണിവേഴ്സിറ്റിയും വരുള്ളൂ സോഷ്യൽ വർക്കിന്. ഇക്കൊല്ലത്തെ അഡ്മിഷൻ പ്രോസസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ടിസിന്റെ. അടുത്ത കൊല്ലത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങാൻ ഓൾമോസ്റ്റ് ഒരു നവംബർ ആവുമ്പോഴാണ് ടിസ് വിളിക്കുക. അത് താല്പര്യമുള്ളവർ എന്തായാലും ടിസ് അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. സഞ്ജയുടെ ഒരു MA മലയാളത്തിന്റെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടായിരുന്നേ അല്ലേ? ആണോ? ഓക്കെ, എനിക്ക് അധികം പറയാൻ അറിയില്ല. MA മലയാളം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നതാണെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് നോർത്ത് ഇന്ത്യയിൽ MA മലയാളം കൊടുക്കുന്നത്. 16 സീറ്റോ മറ്റോ ആണ് ഉള്ളത്. നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. PhD അവിടെ തന്നെയുണ്ട്. പിന്നെ അതുപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റി തന്നെയാണ് തോന്നുന്നു തമിഴ്നാട്ടിലും. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. പിന്നെ കേരളത്തിലാണെങ്കിൽ മലയാളം യൂണിവേഴ്സിറ്റി ഉണ്ട്, തിരൂറുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ നമ്മുടെ പല യൂണിവേഴ്സിറ്റി, കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും നിങ്ങൾക്ക് MA മലയാളം പോലെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. MSc മാത്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പോ മാത്സ് ലോകത്തിന്റെ സ്പന്ദന എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ എഴുതി തൊട്ടാലും മാത്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിരവധി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ISRO, DRDO അങ്ങനെ എല്ലായിടത്തും MSc മാത്സ് കഴിഞ്ഞവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഡാറ്റ അനലിറ്റിക്സ്, പിന്നെ ബിഗ് ഡാറ്റ അങ്ങനത്തെ കാര്യങ്ങളിലും MSc മാത്സ് കഴിഞ്ഞവരെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാറുണ്ട്. തിയറി ഇപ്പോ ഡാറ്റ അനലിറ്റിക്സ് ആയാലും തിയറി ബിൽഡ് ചെയ്യുന്നത് MSc മാത്സ് കഴിഞ്ഞ ആൾക്കാരാണ്. പിന്നെ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് MSc മാത്സ് കഴിഞ്ഞിട്ട് ഇപ്പോ ബാംഗ്ലൂരില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമ്മളിപ്പോ ഏതൊരു കോഴ്സ് പഠിക്കായാലും
ജോബിന്റെ സമയത്ത് നമുക്ക് എന്ത് സ്കില്ലുണ്ട് എന്നുള്ളത് മാത്രമേ അവർ നോക്കുള്ളൂ. MSc മാത്സ് പഠിച്ചവർക്കും MSc ഫിസിക്സ് പഠിച്ചവർക്കും ഒരു സ്കില്ലാണ് നമ്മൾ ഏതൊരു ജോബിന്റെ സമയത്ത് ടെസ്റ്റ് ചെയ്യുക. എൻ്റെ ഒരു ഫ്രണ്ടിന് ലൈക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി കയറിയത് അവന് കോഡിങ് നല്ലൊരു പരിചയം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തരുടെയും സ്കില്ലിനനുസരിച്ചിട്ടാണ് ജോബ്സ് വരുന്നത്. അപ്പോ ഏതൊരു സബ്ജക്ട് പഠിച്ചാലും നമുക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാത്സ് ഒക്കെ പഠിക്കുന്നവർക്ക് ഒരു അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ടാവും. ഏതൊരു കാര്യത്തിനെയും നന്നായി അനലൈസ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉള്ളത് കൊണ്ട് ഏതൊരു ജോലിയിലും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും MSc മാത്സ് കഴിഞ്ഞവർക്ക്. പിന്നെ MI ഫിലോസഫിക്ക് ഇത് MSc മാത്സിനെ കുറിച്ച് റിഫാസിന് പറയാനുണ്ടോ? MSc മാത്സ് സഞ്ജീവ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. MA ഫിലോസഫി ഓപ്പർച്യൂണിറ്റീസ് അറിയോ? ഓക്കെ. MA ഫിലോസഫി കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് HR മാനേജർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു ശ്രമം നോക്കാം. ലൈക്ക് HR വർക്ക് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് നമുക്ക് കിട്ടും. ആ ഒരു സ്കിൽസ് വെച്ചിട്ട് നമുക്ക് HR പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എപ്പോഴും MBA ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുക എന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ജോബും എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഫിലോസഫി കഴിഞ്ഞവർക്ക് കൗൺസിലർ അല്ലെങ്കിൽ മീഡിയേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ജേർണലിസം, റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫിലോസഫി കഴിഞ്ഞാൽ ജോലിക്ക് നോക്കാൻ പറ്റും. ഓക്കെ. MBA ടൂറിസം ട്രാവൽ മാനേജ്മെന്റിന് പുറത്തുള്ള സ്കോപ്പ് ഒന്ന് പറയാമോ? MBA റിഫാസ് പറയുന്നതിനാണ് നല്ലത്. അതിനു മുമ്പ് 2 ക്വസ്റ്റ്യൻ കൂടി വിട്ടിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് തീർത്തിട്ട് പോവാം. വാട്ട് അബൌട്ട് ഡിപ്ലോമ കോഴ്സ് ഇൻ CU? സെൻട്രൽ യൂണിവേഴ്സിറ്റിയുള്ള PG ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും പറയുന്നോ? നീ പറഞ്ഞോ. അപ്പോ PG ഡിപ്ലോമ കോഴ്സുകൾ നമ്മളെ ഇപ്പം വിളിച്ച പോണ്ടിച്ചേരി ഉൾപ്പെടെ സൈബർ ഫോറൻസിക്കിലാകുന്നു ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പല യൂണിവേഴ്സിറ്റികളിലും PGക്ക് പുറമെ PG ഡിപ്ലോമ കോഴ്സുകൾ അലിഗഡ് ആയാലും ജാമ്യ ആയാലും അതുപോലെ പല യൂണിവേഴ്സിറ്റികളിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കണം. നിങ്ങൾ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് PG കോഴ്സുകൾക്ക് പോകുന്നില്ല എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഡിപ്ലോമ കഴിഞ്ഞാൽ ഹ്രസ്വകാല കോഴ്സ് ഡിപ്ലോമ എന്ന് തന്നെ പറയും. നിങ്ങൾ ഇനി ഒരു PSC അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ആയാലും അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ് ആയാലും PG ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ പേപ്പറിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ PG പോവാ. ഇനി ഡിപ്ലോമയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നുണ്ട്. ഫീസൊക്കെ ഏകദേശം PGയുടെ ഫീസ് തന്നെ പോണ്ടിച്ചേരി ആയാലും അതുപോലെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ വാങ്ങുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് റീഡിങ് ചെയ്യുക. PGക്കാ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാം. BCom ഫിനാൻസ് റിഫാസ് പറയുന്നത് തന്നെയാണ് നല്ലത്. BComന്റെ കേസിൽ നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തു എന്ന് പറഞ്ഞാലും അതൊന്നും കൺസിഡർ ചെയ്യാറില്ല. എവിടെ ജോബിന് പോകുന്നതാണെങ്കിലും ഈവൻ ടാക്സേഷൻ എടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ എവിടെയും കൺസിഡർ ചെയ്യൂല. പിന്നെ ആകെ ഉപകാരപ്പെടുന്നത് കേരളത്തിലാണെങ്കിൽ കോഓപ്പറേഷൻ സഹകരണവുമായി ബന്ധപ്പെട്ട ഇത് ചെയ്താൽ നിങ്ങൾക്ക് കോഓപ്പറേറ്റീവ് ബോർഡിന്റെ എക്സാം എഴുതാം എന്നതിലുപരി, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാമുകൾ എഴുതാം എന്നതിലുപരി വേറൊരു BCom കോഴ്സുകളിൽ സ്പെഷ്യലൈസേഷൻ എടുത്തുകൊണ്ട് നിങ്ങളെ ജോബിന് എവിടെയും എക്സ്ട്രാ കൺസിഡറേഷൻ ഒന്നും സാധാരണ കാണപ്പെടാറില്ല. മാസ്കുലിൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ MLIS CU കേരള ഓഫർ ചെയ്യുന്നില്ല. അത് ഓഫർ ചെയ്യുന്നത് CU ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, തമിഴ്നാടു. ഈ MLIS കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിലാണ് നമുക്ക് പോവുക. ഒന്നെങ്കിൽ അസിസ്റ്റന്റ് ലൈബ്രറിയൻ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് ഉള്ളത് കൊണ്ട് ഇൻഫർമേഷൻ സയൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. MLIS കഴിഞ്ഞാൽ ഇപ്പോ ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇപ്പോ ഡിജിറ്റൽ ലൈബ്രറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഫർമേഷൻ സയന്റിസ്റ്റുകളുടെ പോസ്റ്റുകൾ വരാറുണ്ട്.
അപ്പൊ അതിനൊക്കെ MLIS കഴിഞ്ഞ കുട്ടികളാണ് ജോലിക്ക് കയറാറ്. ആദ്യം തന്നെ ഒരു അസിസ്റ്റന്റ് ലൈബ്രറിയനായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MLIS. പിന്നെ MA എക്കണോമിക്സ് ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതാ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? MA എക്കണോമിക്സ് രണ്ട് രീതിയിൽ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് തിയറട്ടിക്കലായി പഠിക്കണമെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതല്ല നമുക്ക് ഇൻഡസ്ട്രിയിലോട്ടാണ് പോകേണ്ടതെങ്കിൽ അതിന് പോകേണ്ട ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ഇപ്പോ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഹൈ പാക്കേജ് ഉള്ള ഒരു ഹൈ പാക്കേജ് ഉള്ള ഒരു ജോബ് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ മുംബൈയിലുള്ള ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ എക്കണോമിക്സ് അങ്ങനെയുള്ളടത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെന്റ് ഉണ്ടാവും. പെർ ഇയർ ഒരു 10 to 15 lakhന്റെ ഒരു പ്ലേസ്മെന്റ് ഒക്കെ MA എക്കണോമിക്സ് അവിടെയൊക്കെ MSc എക്കണോമിക്സ് ആണ് വരിക. അപ്പൊ MSc എക്കണോമിക്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് അത്രയൊക്കെ കിട്ടാറുണ്ട്. MScയും MA എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക്സിലുള്ള വ്യത്യാസമാണ്. MSc എക്കണോമിക്സ് ആണ് കുറച്ചും കൂടി മോഡേൺ. ആ ഒരു MSc എക്കണോമിക്സ് പഠിക്കുന്നവർക്കാണ് ഇൻഡസ്ട്രിയിൽ ജോബിന്റെ ഒരു സാധ്യത കൂടുതല്. അതേസമയം MA എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിയറട്ടിക്കലാണ്. അതധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത ഒരു കോഴ്സാണ് MA എക്കണോമിക്സ്. എന്ന് വെച്ച് ഒരിക്കലും ജോബ് കിട്ടില്ല എന്നല്ല, ലൈക്ക് ക്യാമ്പസ് പ്ലേസ് പൊതുവെ MA എക്കണോമിക്സിന് കുറവാണ്. അതേസമയം MSc എക്കണോമിക്സ് കുറച്ചും കൂടി ജോലി സാധ്യത ഉള്ളതാണ്. MA എക്കണോമിക്സ് ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, CUCT-ന്റെ അണ്ടറിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് MA എക്കണോമിക്സിന്റെ 6ഓളം കോഴ്സുകൾ അതിന്റെ കൊടുക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യം ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലേ? ഓക്കെ. മുൻപ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആയിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് CUCT ത്രൂ ആയിരുന്നു എൻട്രൻസ്. പക്ഷെ ഇക്കൊല്ലം മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ MSc എക്കണോമിക്സുകൾ നിരവധി ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ, ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, പിന്നെ ജനറൽ എക്കണോമിക്സ്, എൻവിറോൺമെന്റൽ എക്കണോമിക്സ്, അങ്ങനെ നിരവധി കോഴ്സസ് ഉണ്ടായിരുന്നു. അതിക്കൊല്ലം സെപ്പറേറ്റ് എൻട്രൻസ് തന്നെയാണ് മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് വരുന്നത്. അതുകൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു MA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ 22 സീറ്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. അതാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. MBA എൻട്രൻസ് എഴുതാൻ +2 ലെവൽ മാത്സ് വേണോ? ഞാൻ +2-ന് കമ്പ്യൂട്ടർ കൊമേഴ്സ് സ്ട്രീം ആയിരുന്നു, മാത്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ MBA എൻട്രൻസ് ഏതൊരു സ്ട്രീം ബാച്ചിലേഴ്സ് പഠിച്ച ആൾക്കും എഴുതാവുന്ന ഒരു കോഴ്സാണ്, എക്സാം ആണ്. അപ്പൊ അതിന് +2 ലെവലിൽ മാത്സ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമില് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ സ്കിൽസ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ് അങ്ങനത്തെ ടോപ്പിക്സ് എന്നുള്ള ചോദ്യങ്ങൾ വരും. നിങ്ങൾക്ക് +2 ലെവൽ മാത്സ് അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല എൻട്രൻസ് എഴുതാനായിട്ട്. പിന്നെ MSc ഫിസിക്സ് ഞാൻ പറയാം. MA അല്ലാതെ BA കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഏതൊക്കെയാണ്? അത് കൺഫ്യൂസിങ് ആണല്ലോ. ഈ MA അല്ലാതെ BA കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ MBAക്ക് പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ LLBക്ക് പോകാം, അതും അല്ലെങ്കിൽ MCAക്ക് പോകാൻ കഴിയില്ലല്ലേ? ഓക്കെ, അതുപോലെയുള്ള കോഴ്സുകളിലേക്ക് പോകാം. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത, ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ഡിഗ്രിക്ക് ഏത് കോഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് MSWന് പോകാം. ഇതുപോലെയുള്ള കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് BA അതിന്റെ PG ചെയ്യുന്നില്ല എന്ന് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളിലേക്കൊക്കെ പോകാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചില സ്ഥലത്ത് MSc സൈക്കോളജിക്ക് BSc സൈക്കോളജി വേണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ചിലയിടത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മതി എന്നും
വരാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് MSW, MLIS ലൈബ്രറി സയൻസ്, പിന്നെ MBA. ഈ 4 ടോപ്പിക്സ് കുറച്ചും കൂടി ഏതൊരു BA അല്ലെങ്കിൽ BSc കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ MSc ഫിസിക്സ് കഴിഞ്ഞാലുള്ള സ്കോപ്പുകൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ PhDക്ക് പോവാം, അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സിൽ PhD നോക്കാം, ബയോ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്. ഫിസിക്സ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലേക്ക് നമുക്ക് ജോബിന് നോക്കാം. പിന്നെ ഗവൺമെന്റ് ജോബ്സ് അവൈലബിൾ ആണ്. പിന്നെ പറയുന്നത് ബാങ്കിങ്ങില് ജോലി നോക്കാം. പിന്നെ ജിയോ ഫിസിക്സ് അല്ലെങ്കിൽ മീറ്ററിയോളജി, അങ്ങനെ കുറെ കാര്യങ്ങളിൽ നമുക്ക് MSc ഫിസിക്സ് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതാണ്. തമിഴ്നാട് യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് എൻട്രൻസ് ആണോ? ഡേറ്റ് വന്നിട്ടുണ്ടോ? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ഇതുവരെ അഡ്മിഷൻ പ്രോസസ്സ് അനൗൺസ് ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി CUCTന്റെ അണ്ടറിൽ തന്നെ ആവണം. ഇതേവരെ ഒരു മാറ്റം ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വരെ CUCT ത്രൂ ആയിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് അഡ്മിഷൻ. ഇക്കൊല്ലത്തെ ഇതേവരെ ഒരു അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. DPharmന്റെ അഡ്മിഷനെ കുറിച്ച് ഒന്ന് പറയാമോ? +2 കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയാണ്? എനിക്ക് വലിയ അറിവില്ല DPharmനെ കുറിച്ച്. DPharmനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം പറയില്ലേ ബാച്ചിലർ ഇൻ ഫാർമസി പറയുന്നതിന്റെ ഡിപ്ലോമ കോഴ്സാണ് DPharm. അത് നിങ്ങൾക്ക് കേരളത്തിൽ എൻ്റെ അറിവിലുള്ളത് ആലപ്പുഴ പോലെ ഉള്ള മെഡിക്കൽ കോളേജുകൾ DPharm കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രിയദർശൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥാപനവും പാരാമെഡിക്കലിൽ DPharm കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഡിപ്ലോമ കോഴ്സാണ്. നമ്മുടെ DPharmന്റെ ബാച്ചിലർ കോഴ്സ് ആണെങ്കിൽ DPharm ഡിപ്ലോമ കോഴ്സാണ്. ഓക്കെ, സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. അത് നിങ്ങൾ അഡ്മിൻസിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് നിങ്ങളെ നാവിഗേറ്റ് ചെയ്ത് തരും. പിന്നെ HCU ഇക്കൊല്ലം സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. HCU അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. August 3 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും HCU അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കഴിഞ്ഞ കൊല്ലം ഉള്ള അതേ സെയിം അഡ്മിഷൻ പ്രോസസ്സ് തന്നെയാണ് ഇക്കൊല്ലം ഫോളോ ചെയ്യുന്നത്. MS എൻട്രൻസ് എക്സാം ഉണ്ട് HCUവിന്. എന്തായാലും അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. About MSc Biostat. MSc എൻവിറോൺമെന്റൽ സയൻസ് ഒരു വട്ടം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എൻവിറോൺമെന്റ് എന്നുള്ളത് വളരെയധികം ഹോട്ട് ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്റ്റഡി ഫീൽഡ് ആണ് MSc എൻവിറോൺമെന്റൽ സയൻസ്. പിന്നെ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ ജോലിക്ക് നോക്കാം. അതെല്ലാം പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. അത് കൂടാതെ പത്രം, പിന്നെ മീഡിയ, പിന്നെ ടെലിവിഷൻ, അങ്ങനെ ഓൺലൈൻ ബ്ലോഗിങ്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. MSW ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അതർ ദാൻ TISS. ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, പിന്നെ മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്. പിന്നെ കേരളത്തിലാണെങ്കിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയും സോഷ്യൽ വർക്കിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കലും എന്തോ രാജഗിരി, അത് രാജഗിരി കോളേജ്. പിന്നെ കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ലൊയാള കോളേജ് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രം നല്ലതെന്ന് വിചാരിക്കരുത്. ചില യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പൊ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളായാലും നല്ല നല്ല ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നല്ല നല്ല ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലായാലും ഉണ്ടാവും. ഇപ്പോ കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ
വേൾഡ് ക്ലാസ് പ്രൊഫസേഴ്സ് ആണ്, വേൾഡ് റാങ്കിങ് ഉള്ള പ്രൊഫസേഴ്സ് ആണ് MG യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മോശമാണെന്നല്ല, കേരളത്തിലും നല്ല ഫാക്കൽറ്റീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പോ എപ്പോഴും നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട് എന്നുള്ളതും അന്വേഷിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും യൂണിവേഴ്സിറ്റി മാത്രം നോക്കരുത്. പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കൂടി നോക്കണം. അതല്ല ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഒക്കെ ആണ് ഉദ്ദേശിച്ചെങ്കിൽ യൂണിവേഴ്സിറ്റി കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നന്നാവുക. ഫസ്റ്റ് BBA ഒന്ന് പറയോ? BBA ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാമോ? BCom ഓർ BBA എന്താണ് പ്ലസ് ടു കഴിഞ്ഞത്? BCom ആണോ BBA ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളെ BBA എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് MBA ആണ്. അപ്പോൾ നിങ്ങൾ BCom എടുത്താൽ നിങ്ങൾക്ക് MBAക്കും പോവാം, MComനും പോവാം. BBA എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയ കോഴ്സാണ്. അതിന് മുമ്പ് BBM ആയിരുന്നു, ബാച്ചിലർ ഇൻ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സായിരുന്നു. അതാണ് നിലവിൽ ഇപ്പം BBA ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊമേഴ്സ് സ്ട്രീമിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് BBAക്ക് ഉണ്ടാവുള്ളൂ. ഏതാണ് എടുക്കേണ്ടതെന്ന് കൃത്യമായി ചോദിച്ചാൽ BCom ആയിരിക്കുന്നേ ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് BBAയും BCom കമ്പയർ ചെയ്യുമ്പോൾ BComനാണ്. ഓക്കെ. CUCT ഇനി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ അതിൽ ഇപ്പോ ഇൻഡിപെൻഡന്റ് ആയ പോണ്ടിച്ചേരിയും JMIയും HCയും അങ്ങനെയെല്ലാം അതിൽ വരില്ലേ? ഇക്കൊല്ലം ജൂലൈ 18-ന് UGC ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ് ഇക്കൊല്ലവും അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെയാണ് ഇക്കൊല്ലവും നടക്കുക. കഴിഞ്ഞ കൊല്ലം 14 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ പ്രോസസ്സിനായിരുന്നു CUCT ഉണ്ടായിരുന്നത്. അത് ഇക്കൊല്ലം അതുപോലെ തന്നെ തുടരും. കഴിഞ്ഞ കൊല്ലം ഇൻഡിപെൻഡന്റ് ആയി നടത്തിയ യൂണിവേഴ്സിറ്റീസ് ഇക്കൊല്ലവും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. BA കഴിഞ്ഞിട്ട് സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ് എടുക്കാൻ പറ്റുമോ? മാക്സിമം പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്താ വെച്ചാൽ BSc കഴിഞ്ഞാൽ MScക്ക് പൊതുവെ ഒരു BSc പ്രീ റിക്വസിറ്റ് വെക്കാറുണ്ട്. അതേസമയം ഒരു MA കോഴ്സസിന് ഏത് സബ്ജക്റ്റിനും ജോയിൻ ചെയ്യാവുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ BA കഴിഞ്ഞിട്ട് MScക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. റിഫാസ്, അലന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കോ? ഒരു മിനിറ്റ്. MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് പുറത്തുള്ള സ്കോപ്പ്. MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, അതുപോലെ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. മറ്റേത് MBA കോഴ്സാണ്, അതല്ലാതെ PG കോഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം എന്ന് പറഞ്ഞ മേഖല ഇപ്പോൾ കോവിഡിന്റെ വിഷയമായതുകൊണ്ട് കുറച്ച് ഡൗൺ ആണെങ്കിലും ടൂറിസം എന്ന് പറയുന്ന മേഖല വളരെ എന്താ പറയണ്ടേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങളൊരു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കിറ്റ്സ് എന്ന് പറയും, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, കിറ്റ്സ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കണം. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻസിന്റെ ആയാലും എന്താ പറയണ്ടേ ടൂർ ഓപ്പറേഷൻ, അതുപോലെ ഇവന്റ് മാനേജ്മെന്റ്, പ്ലാനിങ്, അങ്ങനെ ടൂറിസത്തിനെ റിലേറ്റ് ചെയ്ത എല്ലാ മേഖലകളിലേക്കും പോകാം. ഇതൊക്കെയാണ് ഈ കോഴ്സിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പറയോ? MBA ജനറൽ ആണോ സ്പെഷ്യലൈസേഷൻ എടുക്കണാണോ ഗുഡ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫോർ MBA, അതുകൂടി ഒന്ന് പറയോ? അല്ലെ ഞാൻ പറയാം. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫോർ MBA IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ ഒക്കെയാണ്. MBA സ്പെഷ്യലൈസ്ഡ് MBA വേണോ ജനറൽ MBA വേണോ എന്നാണ് ചോദിച്ചുള്ളത്. നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള MBA കാണാൻ നിങ്ങൾക്ക്, സ്പെഷ്യലൈസ്ഡ് MBAയും അതുപോലെ ജനറൽ MBAയും. സ്പെഷ്യലൈസ്ഡ് MBA എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പേര് തന്നെ സ്പെഷ്യലൈസേഷൻ കേട്ടിട്ടുണ്ടാവും. അതായത് MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, MBA ട്രാവൽ ആൻഡ് ടൂറിസം, അതുപോലെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ തൊട്ടേ നിങ്ങൾ മെയിൻ പേപ്പർ
സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ജനറൽ MBA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷമായിരിക്കും സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാനുണ്ടാവുക. HR ആയാലും മാർക്കറ്റിംഗ് ആയാലും ഫിനാൻസ് ആയാലും ഓപ്പറേഷൻസ് ആയാലും രണ്ടാമത്തെ വർഷമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ സ്പെഷ്യലൈസേഷൻ സെക്കൻഡ് ഇയർ മുതലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചാൽ ഒരു നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മേഖല മാത്രമാണ് പോകാൻ പറ്റുക. പക്ഷെ അങ്ങനെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതിന് ആ ലെവലിലാണ് ഉണ്ടാവുക. പക്ഷെ ജനറൽ MBA പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് മേഖലയായാലും, ഇപ്പം നിങ്ങൾ പണിയെടുക്കുന്ന ഹോസ്പിറ്റലിൽ പോലും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പഠിച്ചു വന്ന സ്ഥാപനത്തിൽ പോലും അവിടെ വരെ ഈ ജനറൽ MBAക്കാർക്ക് ജോബ് ചെയ്യാം. പക്ഷെ എന്റെ വിഷയം എന്ന് വിചാരിച്ചാൽ ഈ ജനറൽ MBA എന്ന് പറയുന്ന സംഭവം പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങളെ വേർത്ത് നിർത്തുന്നത് അതിലെ സ്കില്ലും അതുപോലെ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു എന്നത് തന്നെയാണ്. ഓക്കെ. ടൂറിസം ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതും റിഫാസ് പറയുന്നത് തന്നെയാണ് നല്ലത്. ടൂറിസം ഒരു വട്ടം പറഞ്ഞതാണ്, എന്നിരുന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതേമാതിരി MBA ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ടൂറിസത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇതും കേരളത്തിലെ കിഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അപ്പോ ഈ കോഴ്സ് പഠിച്ചാലും ഇതാണ് ആ സ്പെഷ്യലൈസേഷൻ ഫസ്റ്റ് ഇയർ മുതലേ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ മേഖലകളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. പക്ഷെ ജനറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂല എന്നതാണ് ഇതിലെ വിഷയം. ഓക്കെ. ഓക്കെ. എൻട്രൻസ് എഴുതാൻ ഡിഗ്രിയിൽ മിനിമം പെർസെന്റേജ് വേണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ അത് എല്ലാ സെമ്മിന്റെയും മാർക്സിന്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ടല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതോ CGPA നോക്കിയിട്ടാണോ? പൊതുവെ ഓരോ യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ് ആയിട്ട് പറയും. പൊതുവെ വരാറുള്ളത് 60% അല്ലെങ്കിൽ 5.5 CGPA അങ്ങനെ നോക്കുകയുള്ളൂ. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സെപ്പറേറ്റ് വരും. അപ്പൊ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ എത്രയാണോ അവര് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 60% അല്ലെങ്കിൽ 5.5 6% 6 CGPA എന്നുള്ളത് 10 കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നത് വേറൊരു CGPA സിസ്റ്റം ആണ്. അപ്പൊ അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. കൺവേർഷൻ ചെയ്തതിന് ശേഷം ഒരു 60% ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ, ആവറേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. സഞ്ജയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറെ 1.5 മണിക്കൂറല്ലേ. ഒരു ചോദ്യം ഉണ്ടായിരുന്നത് CUK ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് നല്ലതാണോ? അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ല. അത് ഞാൻ വേണമെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് തരാം. നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സഞ്ജുട്ടാ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മള് എക്സാമിന്റെ സമയത്ത് നല്ല ഫോക്കസ്ഡ് ആവണം. നമ്മുടെ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക. അപ്പൊ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്വപ്നം കാണാം. സ്വപ്നം കണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം ചെയ്യാം. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും ശ്രമിക്കുക, ഒന്നും വിട്ടുപോകരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എന്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സഞ്ജുട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം. ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ 3 ദിവസമായി നടന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി റോഡ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന കണ്ണൂർ ചാപ്റ്റർ നടത്തിയ വെർച്വൽ ക്യാമ്പിന്റെ സമാപന പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ ഇതുവരെ പലരുടെയും വിയർപ്പിന്റെ കഥയൊക്കെ ഇതിന് പറയാനുണ്ട്. ഇതിന് പോസ്റ്റർ ഡിസൈൻ ചെയ്തത് മുതൽ ഇത് പ്ലാൻ ചെയ്തത് മുതൽ പലരുടെയും ഈ പ്ലാൻ വർക്കൗട്ട് ആവുമെന്നത് എല്ലാവർക്കും സംശയമായിരുന്നു.
ഇപ്പോൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു, പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം എന്താ പറയുക, 100 നന്ദികൾ അറിയിക്കുവാണ്. അതുപോലെ തന്നെ ഈ പരിപാടി 2-3 ദിവസമായി വിജയിപ്പിച്ച 170-200 ആൾക്കാർ പങ്കെടുത്ത നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പറയും നിങ്ങളെ 10ാം ക്ലാസ് ആണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയും. പ്ലസ് ടു എത്തുമ്പോൾ നിങ്ങളോട് പറയും ഇതാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയും. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ എന്തായതോ എന്തോ ഇവിടെ ഒന്നും വിഷയമില്ല. നിങ്ങൾ നാളുകളിൽ എന്താകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ നന്നായിട്ട് സഞ്ജുവേട്ടൻ പറഞ്ഞ നല്ല സ്വപ്നങ്ങൾ കാണുക. വരുംകാല പുലരികൾ നിങ്ങളൊക്കെ വലിയ വലിയ രാജ്യത്തിന്റെ ഉന്നത കേന്ദ്ര സർവകലാശാലകൾ പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിറങ്ങട്ടെ. സമൂഹത്തിന് ഉതകുന്ന വിധത്തിൽ മാറട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം എക്സാമിനെ മനസ്സിലാക്കുക. നിങ്ങൾ വെറുതെ ഓവറായി പഠിക്കുന്നതിന് പകരം എക്സാം എന്താണെന്നും അതിന്റെ സിലബസ് എന്താണെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. വെറും 300-400 രൂപയേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ പറ്റാവുന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻ വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്തായിരുന്നെന്ന് ഇതുവരെ യാതൊരു ഇഷ്യൂയില്ല. നിങ്ങൾ ഇനി എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഞ്ജുവേട്ടനെ കോൺടാക്ട് ചെയ്യാം. സഞ്ജുവേട്ടൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള യാത്ര യശിനോട് കൂടി ആകട്ടെ. നിങ്ങൾക്ക് യശിന്റെ യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സഞ്ജുവേട്ടൻ. താങ്ക് യു.